അതിൻ്റെ അടിയിലൊരാളുണ്ട്. ഹെവൻ ടൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാലക്കാടാണ് പോകുന്നത്. ഇപ്പം സമയം 5 മണി. ഞങ്ങളൊക്കെ പോവാണ്. നമ്മുടെ ബസ് എടുത്തുട്ടാ തുടച്ച് കാണാം. അങ്ങനെ നമ്മുടെ KSRTC ബസ് എടുത്തോട്ടെ. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. പാലക്കാട്ടേക്കാണ് പോണത്. അപ്പം ഞാനും ചേട്ടനാണ് പോണത്. 184 രൂപ മേടിച്ചു കേട്ടോ. നമ്മൾ തൃശ്ശൂർ ശക്തനാട്ടാ. കണ്ട കശപ്പുറവാണെങ്കിൽ ഉണ്ട്. പൊളിയല്ലേ? നമ്മുടെ തൃശ്ശൂരത്തെ മിഷൻ ഹോസ്പിറ്റലാണ് കേട്ടോ കാണുന്നത്. കണ്ട അങ്ങോട്ട് നമ്മുടെ ബസ് കൊണ്ട് കിഴക്കേ കോട്ട കൂടിയാണ് കേട്ടോ. ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ബോർഡിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേട്ടാ. ഇത് നമ്മൾ തുറക്കാൻ കയറാൻ പോവാണ് കേട്ടോ. കുതിരാൻ കുതിരാൻ തുരങ്കം പൊളിച്ചുവിട്ടാ. ഒന്നൊന്നര സ്പീഡിലാണ് വന്നത്. എൻ്റെ പൊന്നു, ഞാനിങ്ങനെ വെളുത്തു വരണക്കാണ്. എന്തൊരു ഭംഗിയല്ലേ? പാലക്കാട് റൂട്ട് പോകുമ്പോൾ കണ്ടാൽ ടോളർ കേട്ടാ. കാലത്ത് നേരത്തെ ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും കാണാനില്ല. കണ്ട KSRTC ബസ്സിലാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല കിടുക്കാച്ചായിട്ട് പോണത് കേട്ടോ. കാലത്തെ നേരം ഇങ്ങനെ സൂര്യൻ ചേട്ടൻ അങ്ങനെ ഉദിച്ച് വരണ കാണാനല്ലേ. ഒന്നൊന്നര വൈബ് തന്നെയാട്ടോ. കുറച്ച് പേരൊക്കെ ഉറങ്ങിയവരൊക്കെ ഉണർന്നു കേട്ടോ. അപ്പം നമ്മുടെ ബസ്സിൽ കുറച്ച് അനക്കൊക്കെ വെച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങണത് കേട്ടോ. നമ്മൾ ആ ഭാഗത്തേക്ക് ഏതാണ്ട് എത്താറായെന്നാണ് കേട്ടത്. അങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ കാലത്ത് നേരത്തെ ഒരു വ്യൂ ഇല്ല. ഒന്നൊന്നര കിടക്കാച്ചാണ് കേട്ടോ. കണ്ടാ നമ്മളൊക്കെ ഇത് കോട്ട മൈതാനാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കാലത്തിട്ട് കളിക്കുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു പള്ളിയിലേക്ക് ഒരു കുർബാന കാണുന്നൊരു ആഗ്രഹമുണ്ട്. സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചും കുർബാന കാണാൻ പോകുന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ്. പിന്നെ ഞങ്ങൾ പള്ളി അന്വേഷിച്ച് നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അത് ഞങ്ങൾ പാലക്കാട് ഇറങ്ങിയ വെച്ച് തന്നെ നമ്മൾ മാപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പള്ളി ഇതുപോലെ കുർബാന നടക്കുന്ന പള്ളിയിലേക്ക് മാപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുകയാണ് ചെയ്ത് കൂടുതലും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പള്ളിയുടെ സൈഡിലൊക്കെ നമ്മൾ എത്തിയിട്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പള്ളിയിൽ ഇപ്പോൾ നടക്കുന്ന കുർബാന തമിഴാണ്.
നമുക്കൊരാൾ പറയുമ്പോൾ മനസ്സിലാവും, തിരിച്ച് വലിയ കാര്യമായിട്ട് അങ്ങനെ പറയാൻ അറിഞ്ഞില്ലെങ്കിലും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും പോവുക. വലിയ ആൾത്തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയുള്ളൂ. സെൻറ്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ പള്ളിയാണ് കേട്ടോ. വെറുതെക്കല്ല കേട്ടോ തിരക്കില്ലാണ്ടിരുന്നേ. കുർബാന നടക്കുന്ന പള്ളിയിൽ തമിഴിലാണ് കേട്ടോ കുർബാന. അപ്പോൾ നമുക്ക് കുർബാന കഴിഞ്ഞ് വന്നിട്ടൊക്കെ വിശേഷങ്ങൾ പറയാം കേട്ടോ. തമിഴ് കുർബാനയ്ക്കാണോ അങ്ങനെ 1.5 മണിക്കൂർ എടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ മാക്സിമം 1 മണിക്കൂർ, പെരുന്നാൾ കുർബാനയാണെങ്കിലാണ് 1 മണിക്കൂറിന് മേലെ പോവുക. ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല. ഇവിടുത്തെ ശവക്കട്ടയായിട്ടാണ് കാണുന്നത്. ചെറിയ ശവക്കട്ടയാണ് കേട്ടോ. ഇത് നമ്മുടെ കൊടിമരം. വിചാരിച്ച പോലെ അല്ല കേട്ടോ. പള്ളിയത്തെ കുർബാന കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇനി നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് പോണത്. ബസ് സ്റ്റോപ്പിൽ കാരണം നമുക്കൊന്നും അറിയില്ല. അതൊരു വിധത്തിൽ പോവാണ്. കുർബാന കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരാട്ടാ. നീ മലമ്പുഴയിലേക്ക് പോണ റൂട്ട് കണ്ടുപിടിക്കാൻ കേട്ടാ. ബസ് സ്റ്റാൻഡ് അറിയില്ല, കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ തപ്പിപ്പിടിച്ച് പോവാൻ ഞങ്ങൾ കേട്ടോ. ഇതുവരെയായിട്ട് ഞങ്ങൾ മലമ്പുഴയിൽ പോണ ബസ് സ്റ്റോപ്പ് തരം കണ്ടിട്ടില്ല കേട്ടോ. നടന്ന് ഉപ്പാട കളിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരുവിധ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. തമിഴ് സ്റ്റൈലിലാണ് കേട്ടോ കൂടുതലും ഇവിടെ കാണുന്നത് തന്നെ. നേരം വെളുത്ത് തുടങ്ങിയപ്പോഴേക്ക് ചൂടൊക്കെ തുടങ്ങിയിട്ടാ. പാലക്കാട് ജില്ലാ ശക്തി ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബസ് സ്റ്റോപ്പ് എത്താറായെന്നാണ് പറയാനേട്ടാ. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കണം. അവിടെയാണ് ബസ് കിടക്കുന്നത്, അപ്പുറത്തെ സൈഡിൽ. ഒരുപാട് നടന്ന കാരണം കൊണ്ടേ നമ്മുടെ ബസ്സിൽ സീറ്റുള്ള ബസ് നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് മലമ്പുഴ ഡാമിലേക്കുള്ള ബസ് കിട്ടിയിട്ടാണ്. ബസ്സിൽ കയറിയപ്പോൾ നല്ല ഗംഭീരമായ തമിഴ് പാട്ടുകളൊക്കെ അടിച്ച് മിന്നിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. കോപ്പറേറ്റ് കാണിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ആ പാട്ടൊന്നും കേൾപ്പിക്കാത്തത്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കേട്ടോ. അത് എവിടെയാണെന്നുള്ളത് നമുക്ക് വലിയ രൂപരേഖയൊന്നുമില്ല. അങ്ങനെ നമ്മൾ മലമ്പുഴയിലേക്ക് അങ്ങനെ പോണ സമയത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ. വലിയ മലകളും കാര്യങ്ങളൊക്കെ ആട്ടോ കാണുന്നത് തന്നെ. ഞാൻ എതിർ സൈഡിലിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റണുള്ളൂ കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ മലമ്പുഴ ഡാമിലേക്ക് നമ്മൾ ബസ് യാത്ര വഴിയായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണ്ടേ. നമ്മുടെ ആൾ പറഞ്ഞ് ഫസ്റ്റ് നമുക്ക് സ്നേക്ക് പാർക്ക് കാണാം. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അതുവരെ കണ്ടിട്ടില്ല, അപ്പോൾ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല നീറ്റായിട്ട് അവർ നോക്കണം കേട്ടോ. കിടക്കണത് മൂർക്കാൻ കേട്ടാ. വെള്ളിക്കട്ടൻ
എന്നിട്ടാ ചുരട്ട ഉച്ചപ്പാമ്പളം മൈസൂരട്ട പാമ്പവിടെ കരിഞ്ചര കരിഞ്ചര കരിഞ്ചരയാണ് കാട്ടുപാമ്പ് വിഷപ്പാമ്പ് പക്ഷെ വിഷമില്ല കണ്ട് എവിടെ മലമ്പുഴയിൽ വന്നിട്ട് മല അങ്ങനെ കണ്ടിരിക്കാൻ എന്താ കാര്യം പാമ്പ് തലവിടെ ഒരു തലവാണോ ആ രണ്ടെണ്ണത്തില്ലേ മൂന്നെണ്ണല്ല സുഖമായിട്ട് പിന്നെ കൊടുക്കുന്നു എന്താ ഇതിലെ കത്ത് കാണുന്നത് എന്തത് എവിടെ പാമ്പ് അതുറച്ചില്ല പാമ്പായിരിക്കും താഴെ കൂടെ അടിച്ചു ഞാൻ വിചാരിച്ചു അതൊക്കെ പണ്ട് വെച്ചേക്കാണ് മൂർക്കല കൂടെ വളർത്തണേ ഓ പന്തലൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ സാധനങ്ങളല്ലേ പേടിയിട്ട് പറഞ്ഞിട്ടാ ഫുഡ് കൊടുത്തിട്ടുള്ള നീർക്കോലിന് എന്താ നീർക്കോലിന്റെ മുറുക്കം കടിക്കില്ല നോക്കൊന്നും വേണ്ട നീ ഈശോയെ എനിക്ക് പേടിയാവണോ ഈ വല വെച്ച് എത്തൊന്നില്ലേ ഇതിലൂടെ കിടക്കും തല കടന്നിട്ടാൽ മതി നീർക്കോലിക്ക് വരില്ല ഈ സാധനം ഈ അടിക്കാൻ നീർക്കോലി നീർക്കോലി കണ്ടിട്ട് അതിനെ തിന്നാൻ കൊടുക്കാനാണ് പാവും നമ്മത്തിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ ആപനുണ്ടാവും ഒരാൾ തല പൊന്തിച്ച് നിൽക്കണോക്ക് ആൾക്കാർ സൗണ്ടൊക്കെ പേരിട്ടാണ് പോണത് എന്തരല്ല അന്വേഷണ ഈശോ എന്തുട്ടാ സൈസില് ഈശോ വീണ എൻ്റെ വാജുഭാഗം വരുന്ന
അതവിടെ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ടാ മോളിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. സാധാരണ വെള്ളത്തിലുള്ള മറ്റേ വയലിലുണ്ടാവില്ലേ? വീണ്ടും നാളെ കാണാം. ബൈ ബൈ.